എല്ലാവർക്കും ആസ്പിയർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ OTT അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ദുൽഖർ സൽമാൻ നായകനായി അഭിനയിച്ച ലക്കി ഭാസ്കർ എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമ ഇതിനോടകം തന്നെ 111 കോടി രൂപ കളക്ഷൻ നേടിയിരിക്കുകയാണ്. തെലുങ്കിൽ വൻ ഹിറ്റായിരിക്കുകയാണ് ലക്കി ഭാസ്കർ. ഇപ്പോൾ ഈ സിനിമയുടെ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. 30 കോടി രൂപയ്ക്കാണ് സിനിമയുടെ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുന്നത്. ലക്കി ഭാസ്കർ നവംബർ 30 നെറ്റ്ഫ്ലിക്സിലൂടെ നമുക്ക് ലഭ്യമാകുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഒക്ടോബർ 10 തിയേറ്ററുകളിലെത്തി വൻ ഡിസാസ്റ്ററായി മാറിയ കന്നഡ പാൻ ഇന്ത്യൻ മൂവിയാണ് മാർട്ടിൻ. ധ്രുവ് സർജൻ നായകനായി എത്തിയ മൂവി ആമസോൺ പ്രൈമിലൂടെ ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. റെന്റ് ഓപ്ഷനിൽ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ആമസോൺ പ്രൈമിലൂടെ പാൻ ഇന്ത്യൻ ഭാഷകളിൽ ഇപ്പോൾ ഈ മൂവി ലഭ്യമാണ്. മറ്റൊരു അപ്ഡേറ്റ് കഴിഞ്ഞ ഒരുപാട് നാളുകളായി പ്രേക്ഷകർ കാത്തിരുന്ന ബാന്ദ്ര എന്ന മൂവിയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ദിലീപ് തമന്ന കോംബോയിൽ 2023 നവംബർ 9 റിലീസ് ചെയ്ത മൂവിയാണ് ബാന്ദ്ര. അന്നത്തെ ബിഗ് ബഡ്ജറ്റ് മൂവികളിൽ ഒന്നായിരുന്നു ബാന്ദ്ര. തിയേറ്ററുകളിൽ പരാജയമായിരുന്നു ഈ മൂവി എങ്കിലും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പലതവണ പ്രേക്ഷകർ കാത്തിരുന്ന അല്ലെങ്കിൽ ചോദിച്ചിരുന്ന ഒരു സിനിമ കൂടിയായിരുന്നു ബാന്ദ്ര. ഇപ്പോൾ ഈ മൂവി ആമസോൺ പ്രൈമിലൂടെ നവംബർ മാസം ലാസ്റ്റോടുകൂടി ലഭ്യമാകുന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റ് പണി എന്ന സിനിമയെക്കുറിച്ചാണ്. ജോജു ജോർജ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പണി. സിനിമ തിയേറ്ററുകളിൽ നിന്ന് നല്ല കളക്ഷൻ നേടിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ 30 കോടി രൂപ സിനിമ നേടിക്കഴിഞ്ഞു. ജോജു ജോർജ് തന്നെയാണ് ഈ സിനിമയിൽ നായകൻ. ഇപ്പോൾ ഇതാ പണി എന്ന സിനിമയുടെ OTT അവകാശം ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഡിസംബർ ഫസ്റ്റ് വീക്കോടുകൂടി ഹോട്ട്സ്റ്റാറിൽ ഈ മൂവി റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമകൾ ഏതാണ്? അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ OTT അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.